ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് ഒരു വെഡ്ഡിങ് വ്ളോഗ് കേട്ടോ. വെഡ്ഡിങ് വ്ളോഗല്ല, ഇതിപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ തലേ ദിവസത്തെ ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഷോർട്ട് വീഡിയോയിൽ ഞാനൊന്ന് മൈലാഞ്ചി ഇടുമ്പോൾ പറഞ്ഞായിരുന്നു തമിഴ്നാട്ടിലൊരു കല്യാണം ഉണ്ടെന്ന്. അപ്പോൾ തമിഴ്നാട് കായൽപട്ടണം അവിടെയായിരുന്നു നമുക്ക് വെഡ്ഡിങ്. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ രാത്രി ഞങ്ങൾ കൂത്താട്ടുകുളത്ത് നിന്ന് കായംകുളത്ത് പോയി. കായംകുളത്ത് പോയെന്ന് വെച്ചാൽ അവിടെയാണ് ഞങ്ങളുടെ ഉമ്മച്ചിയുടെ ചേട്ടത്തിയുടെ മക്കളും എല്ലാവരുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ തലേന്ന് രാത്രി, അതായത് വൈകുന്നേരം അവിടെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ചെന്നു. പിന്നെ ഞങ്ങൾ ഒരു 7:30 ആയപ്പോഴത്തേക്കിനും അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ രാത്രിയായിരുന്നു യാത്ര, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നുമില്ല, മൊത്തം കൂരാകൂരി ഇരുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 7:30 ആയപ്പോഴത്തേനും ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, ചേട്ടത്തിൻ്റെ മക്കളും ഞങ്ങളും എല്ലാവരുമായിട്ട് ആയിരുന്നു പോയിരുന്നത്. അപ്പം ഞങ്ങൾ ഒരു 12 മണിക്ക് അടുത്തായപ്പോഴത്തേക്കിനും തെങ്കാശി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തെങ്കാശി അവിടെ ഇറങ്ങി, അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കാരണം ഞങ്ങൾ വൈകുന്നേരം മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. എല്ലാവരും എന്താ പറയുക, ഒന്നും കഴിക്കാതെ വിശന്ന് നാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞാണ് ഇറങ്ങിയത്. അപ്പോൾ റഹ്മത്ത് എന്നും പറഞ്ഞിട്ട് അവിടെ നല്ല എന്താണ് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നൊരു കടയാട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിയ സമയത്ത് അവിടെ കുറേ മാങ്ങകൾ ഉണ്ടായിരുന്നു. നമ്മൾ കാണാത്ത പലതരം വെറൈറ്റി മാങ്ങകൾ ഉണ്ടായിരുന്നു. മാങ്ങയാണോ തേങ്ങയാണോ എന്ന് പോലും തോന്നാത്ത രീതിക്ക് അത്ര വലിയ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വലിയ മാങ്ങ ഉണ്ടല്ലോ, അത് കാട്ടുമാങ്ങ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് ഒരു 2 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റഹ്മത്ത് ഹോട്ടലിലേക്ക് കയറി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എല്ലാവരും നല്ല എന്താണ് വിശന്ന് നാറിയിരിക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥയിലായിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കയറിയിട്ട് അവിടുത്തെ ഫേമസ് ആണല്ലോ ഈ ഒരു ചിക്കൻ ലെഗും, അതായത് ചിക്കൻ എന്ന് പറയുന്നൊരു സംഭവം, പിന്നെ കൊയിൻ പൊറോട്ടയൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചിക്കൻ മേടിച്ച് തിന്നാം എന്ന് കരുതി. കാരണം അവിടെ മെയിനായിട്ട് വന്നത്, ഞങ്ങൾ ആരും ഫുഡ് കഴിക്കാഞ്ഞതും മെയിനായിട്ട് ഇവിടെ വന്നിട്ട് നല്ല അടിപൊളി ഫുഡ് കഴിക്കും എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ വന്നു എല്ലാവരും ചിക്കനാണ് കേട്ടോ ഓർഡർ ചെയ്തത്. 2 തരം ചിക്കൻ ഉണ്ടായിരുന്നു. ഒരു പെപ്പറിൽ കോട്ട് ചെയ്തിട്ടുള്ള ഒരു ചിക്കനും, പിന്നെ സാധാ നമ്മുടെ ഒരു വെളിച്ചെണ്ണ, ഈ ഒരു റെഡില്ല, അതിന് ഒരു വെളിച്ചെണ്ണയുടെയൊക്കെ ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇതിനേക്കാളും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മറ്റേ പെപ്പറിൻ്റെ ആ ഒരു മിക്സ് ആയിരുന്നു ചിക്കൻ കേട്ടോ. അത് കിഡിലനായിരുന്നു. ഇതെല്ലാം ഓരോ പ്ലേറ്റിൽ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത്, അത്യാവശ്യം നല്ല രീതിക്ക് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തായിരുന്നു കഴിച്ചത്. എനിക്ക് ആ പെപ്പർ, എനിക്കെന്നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു പെപ്പറിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്ന ചിക്കൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ഈ ലെഗ് പീസ് തന്നപ്പോഴത്തേക്കിനും എനിക്ക് എന്താ ഓർമ്മ വന്നതെന്നറിയാമോ, പാണ്ടിപ്പട സിനിമയിലെ ഒരു സീനുണ്ടല്ലോ, ആ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്, അതേ സെയിം ചിക്കനായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ കണ്ടപ്പോഴത്തേക്കിനും എനിക്ക് ആ ഒരു സീനാട്ടോ ഓർമ്മ വന്നത്. പക്ഷേ എനിവേ നല്ല അടിപൊളി ഫുഡാണ്. അപ്പോൾ തെങ്കാശി വഴി പോകുന്നവരുണ്ടെങ്കിൽ ഈ ഒരു റഹ്മത്ത് ഹോട്ടലിൽ കയറി കഴിക്കാൻ മറക്കണ്ട. അത്രയും നല്ല ടേസ്റ്റ് ഉള്ളൊരു ചിക്കനാട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ചിക്കൻ്റെ ടേസ്റ്റേ അല്ല. ഇപ്പോൾ ഈ ഫുഡ് വ്ളോഗേഴ്സൊക്കെ പറയുന്ന പോലെയാണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എന്താ പറയുക, പിന്നെ ഞങ്ങൾ ഒരു കാടയും കൂടെ ട്രൈ ചെയ്ത് നോക്കി. അവിടുത്തെ കാട എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി, അതും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതെല്ലാം ഞാൻ തന്നെ കഴിച്ചതെന്ന് വിചാരിക്കരുത്, ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചതാട്ടോ. പിന്നെ ഓരോരുത്തരുടെ പ്ലേറ്റിൽ ഇരിക്കുമ്പോഴത്തേനും അവർ കൊണ്ടുവരുന്ന വെച്ച രീതിക്ക് തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇത്രയും കഴിച്ചെങ്കിലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത്രയും കഴിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ല അടിപൊളി പൈസ ആയിട്ടുണ്ടായിരിക്കും ഫുഡ് പോലെ തന്നെ, പക്ഷെ അത്ര പൈസ ഒന്നും ആയില്ല. പിന്നെ എസ്പെഷ്യലി ആ ഒരു കൊയിൻ പൊറോട്ട ഉണ്ടല്ലോ, അതും അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സൽനാനോ എന്തോ സാൽനായോ എന്ത് പേരെനിക്കറിയില്ല, ആ ഒരു സംഭവം അതിൻ്റെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ പോകുന്നവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ തെങ്കാശിയിൽ നിന്ന് കുറച്ച് നേരം ഫ്രഷായി, പിന്നെ ഭക്ഷണമൊക്കെ ഇത്ര എടുത്തതല്ലേ, അപ്പോൾ അതൊന്ന് ദഹിക്കണമല്ലോ, അതിനൊരു ടൈം കൊടുക്കണമല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ നടന്ന്, നല്ല കാറ്റും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 12:30 ആയപ്പോൾ വീണ്ടും അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് കായൽപട്ടണം വരെ എത്തണം, ഇനിയും വന്ന ദൂരം പോകാനുണ്ട്. പകുതിയായപ്പോൾ പാത്തുമൊക്കെ ഓഫായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ദൂരം പോകേണ്ട കാരണം ഞാനും കസിനും ഒന്നും അങ്ങനെ ഉമ്മായൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഡ്രൈവ് ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും ഉറങ്ങിയാൽ ഉറക്കം വരുമല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങളാരും അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇക്കാക്ക ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പകുതി എത്തിയപ്പം ഇതേപോലെ കുറേ മാടുകളും കാളകളും പോത്തുകളും പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം ടൈം പോയി. കാരണം ഇതെല്ലാം ക്രോസ് ചെയ്തിട്ട് വേണമായിരുന്നു ഞങ്ങൾക്ക് പോകാൻ. രാത്രി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നും കാണിക്കാഞ്ഞത്. ഞങ്ങൾക്ക് ഉറക്കവും നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ട്രെയിറ്റ് എങ്ങനെയെങ്കിലും അവിടെ കായൽപട്ടണത്തെത്തി അവിടെ നിന്ന് കിടന്ന് കഴിഞ്ഞാൽ സമാധാനമായി.
അങ്ങനെ ഞങ്ങൾ ഒരു 2 മണി ഒക്കെ ആയപ്പോഴത്തേനും അവിടെ റിസോർട്ടിൻ്റെ അവിടെ എത്തി. അപ്പോൾ അവിടെയായിരുന്നു ഞങ്ങൾക്ക് റൂം. അപ്പോൾ നേരെ പോയിട്ട് റൂമിലേക്ക് പോയി കിടന്നു. അപ്പോൾ ഇതിൻ്റെ കല്യാണ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.